ടു യൂട്യൂബ് ചാനൽ. എല്ലാരും പറഞ്ഞപ്പോ പവർ കുറച്ച് കൂടിപ്പോയി. അവനുള്ള ഇൻട്രോ കൊടുത്ത ഞാൻ തന്നെ ഇപ്പോഴത്തെ യങ് ജനറേഷന്റെ ഹാർട്ട് ത്രോബായ വളർന്നു വരുന്ന ഒരു കാസനോവ അവൻ സാധ്യത കാണുന്നു. ഇപ്പോഴേ എല്ലാവരുടെയും കണ്ണിൽ അപ്പൊ ഇന്ന് നമ്മൾ ടീമായിട്ടാണ് ഈ ഗെയിം കളിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ടീം ഡിസൈഡ് ചെയ്യുന്നത്? അതിന് സാധാരണ ടീം എങ്ങനെയായിരിക്കും? ഇങ്ങനെ ഞാനും അഭിനും മച്ചാനെ നമ്മൾ ജയിച്ചു. ബോയ്സ് വേഴ്സസ് ഗേൾസ് എന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ച് വരുന്നത്? അങ്ങനല്ല, വിജയികൾ വേഴ്സസ് ലൂസേഴ്സ്. ടീമായിട്ടൊക്കെ സ്പ്ലിറ്റ് ആയിരുന്നിട്ടുണ്ട്. ഞാനും നമ്മുടെ അഭിമോനുമാണ്, പിന്നെ അവിടെ നൂബ്സും. ഞങ്ങളിവിടെ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ഡികാപ്രിയോ. ഇത് കഴിയുമ്പോൾ നമുക്ക് നോക്കാം ആരാണ് പ്രൊഫഷണൽ ആരാണ് നൂബ്സ്. ഇത് നമ്മളിങ്ങനെ വിലയിരുത്തുന്നത് ആദ്യം ഫിനിഷ് ചെയ്യുന്നവരെല്ലാം. ഇല്ല, ഭംഗി ഉണ്ടാവണം. നമുക്ക് വേണ്ടത് എന്റർടൈൻമെന്റ്. വരിക്കുന്നേക്കാളും നല്ലതാണ് എന്റർടൈൻമെന്റ്. അപ്പൊ ഞാൻ അഭിനയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ സംസാരിച്ചോണ്ടിരിക്കും, അവിടെ വർക്ക് ഒന്നും ഇല്ലെങ്കിലും. അപ്പൊ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ചലബിലയാണെന്ന്. ചലബില വേഴ്സസ് പ്രൊഫഷണൽസ്. ചലബില വേഴ്സസ് ചീലാന്തി വിളാകം. നമ്മള് അടുപ്പിച്ചടുപ്പിച്ചിരിക്കുന്ന രണ്ട് കൈകൾ തമ്മിൽ കോർക്കുന്നു. അതായത് എങ്ങനെ ഞാൻ റൈറ്റ് ഹാൻഡ് ആശ്രയിച്ചിട്ട് ലെഫ്റ്റ് ഹാൻഡ്. വിപ്ലവം ജയിക്കട്ടെ മച്ചാനെ. ഞങ്ങളുടെ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ഞങ്ങൾക്ക് മാറ്റർ ചെയ്യുന്ന കാര്യമില്ല. ഞങ്ങൾ നല്ല പ്രൊഫഷണൽ. ഏത് കൈ വെച്ചാലും ഒരു ഗുണമില്ലാത്തൊരു കൈ. നിങ്ങൾ ആരാണ് ആദ്യം ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യുന്നത്? ലോക കല്യാണി പ്രിയദർശനാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കോസ്റ്റ്യൂം. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതും കല്യാണി പ്രിയദർശൻ തന്നെ. ഇത് ഞങ്ങൾ എന്തായാലും ഷുവറായിട്ടിരിക്കും. കാരണം അറിയാമോ, അബിൻ കാണാപ്പാടമായിട്ട് പഠിച്ചിട്ടുണ്ട് ഫോട്ടോസും. പുതിയൊരു നിയമം ഇറക്കിയിട്ടുണ്ട്. ഫസ്റ്റ് തീർന്നാൽ ഓപ്പോസിറ്റ് ടീമിന്റെയും തീർന്നതാണ് അർത്ഥം. ഞങ്ങൾ കംപ്ലീറ്റഡ്. നിങ്ങൾ കംപ്ലീറ്റഡ്. മറ്റൊരു പേനായിട്ട് ഒരു പേര് എനിക്ക് വർക്കില്ല. നോട്ട് വർക്കിംഗ്. ആദ്യം നമ്മൾ സിമ്പിൾ വേയിൽ തുടങ്ങുന്നത് ക്രയോൺസിനായിരിക്കും, എന്നിട്ടാണ് ബാക്കിയുള്ളത് പോകുന്നത്. തുടങ്ങിയില്ല. ഞങ്ങൾ ഇജാജ് സിങ്ക് ആയതുകൊണ്ട് എങ്ങനെങ്കിലും അടിയാ ബാക്കിയൊക്കെ പിന്നെ. വാവ ചെയ്യാൻ പോകുന്നത് സൂപ്പർമാൻ ആണ്. നീ വാവേ അപ്പഴല്ലേ വാവേ എല്ലാവരും വിചാരിക്കണ പോലെ ഇല്ല. അബിൻ ചന്ദ്രയുടെ മുഖം മൊത്തം റെഡാവാൻ സാധ്യത. മച്ചാനെ രക്തം വീണ്ട കരയല്ല നമുക്ക് വേണ്ടത്. ഒരു ഇതിലടി മച്ചാനെ നീ ഔട്ട്ലൈനിൽ പുറത്ത് ബാക്ക്ഗ്രൗണ്ടിലും കൂടെ കളർ അടിക്കല്ലേ. ക്യാമറ കാണുമ്പോ ഒന്നും കാണത്തില്ല. നീ അറ്റല്ല നീ ചെയ്യുമല്ല. ഓ ഇത് എങ്ങനെയൊക്കെ പോണെന്റെ കയ്യിൽ. രക്തം കൊണ്ട് ഞാൻ എഴുതിയ വരി ചന്ദനം മണക്കില്ല. ക്ഷത്രിയനല്ല ശക്തനല്ലെന്ന സങ്കടം എനിക്കില്ല. പച്ചയുടെ കറുപ്പാണ് ഒരു രാത്രി സൺഗ്ലാസ്. മച്ചാനെ എന്റെ ഒരു ബ്രില്യന്റ് എന്ന് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് നമ്മള് ബ്രില്യന്റ് പ്ലാൻ. ഇതിലും പോയിന്റ് എടുക്കാം, അതിലും പോയിന്റ് എടുക്കാം. മച്ചാനെ അതടിക്കണ്ട മച്ചാനെ. ഞാൻ പറഞ്ഞു നമുക്ക് നീ ഇഷ്ടമുള്ള അടി മച്ചാനെ. നമുക്ക് പറഞ്ഞത് വെച്ച് കാണാൻ മച്ചാനെ. ക്ഷത്രിയനല്ല ശക്തനല്ലെന്ന സങ്കടം എനിക്കില്ല. ഗേൾഫ്രണ്ട് ബോയ്ഫ്രണ്ട് പാർക്കിൽ കൈ പിടിച്ചിരിക്കും പോലെ ഇവര് ടച്ച് ബോഡി ടച്ച് ഇല്ലേ. ചന്ദ്രയുടെ പുതിയ ചന്ദ്രയുടെ പിടിത്തം കിട്ടുന്നുണ്ടോ മച്ചാനെ? ഏത് കളർ അടിക്കാം? കളർ എടുത്ത് ഇവിടെ അടിക്കും. എവിടെ അടിക്കാൻ വേണ്ടി അവിടെയാ മച്ചാ. ഇത് കളറേ ഉള്ള കളറേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. ഇപ്പം നീ എന്തുദ്ദേശത്തിലാണ് ഇത്ര വലിയൊരു സ്പേസിൽ ഞാൻ ചെണ്ട കേട്ട് അടിക്കാൻ നീ എനിക്ക് തന്നത്? ഞാൻ ചന്ദ്രനെ പോലെ പിന്നെ ചന്ദ്രനെ പോലെ ആയിരിക്കും ചന്ദ്ര. ഞങ്ങൾ വിചാരിച്ച ഭയങ്കര വൃത്തിക്കും മെനക്കൊക്കെ അടിക്കാം. ഇങ്ങനെയാണ് കളി പോണെങ്കിൽ
നിങ്ങൾ വൃത്തിക്കല്ല അടിക്കുന്നത്. ഫസ്റ്റ് തീർക്കണമെന്നുള്ള സംഭവം ഉണ്ടല്ലോ. ഫസ്റ്റ് തീർക്കാൻ ചെയ്യണം, വൃത്തി വേണം. വൃത്തിയല്ല, കാണാനും കൊള്ളായിരിക്കണം, ഭംഗി ഓൾറെഡി. അല്ലെങ്കിൽ ഞങ്ങളുടെ നീലി ഭയങ്കര ഭംഗിയാണ്. ബ്രൗൺ റെഡ് ബ്ലൂ അവരെ കൊള്ളത്തില്ല. ഭയങ്കര പാട്. അശ്വസിക്ക് എങ്ങനെ അടിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് ആരാണ് യൂസ് ചെയ്യുന്നത്? അശ്വന്റെ ലെഫ്റ്റ് ഹാൻഡ് ഭയങ്കര പ്രൊഫഷണൽ ആയതുകൊണ്ട് അശ്വന്റെ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യാറില്ല, രാവിലെ യൂസ് ചെയ്യാറില്ല. ജിത്തത യൂസ് ചെയ്യുന്നോണ്ടാണല്ലോ ഇത്ര എക്സ്പീരിയൻസ്. എപ്പോഴും യൂസ് ചെയ്ത് അതുകൊണ്ട് തന്നെ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ട്. തിന്നണതും രാവിലത്തെ ആക്ടിവിറ്റീസും. ഞാനൊക്കെ ഇല്ലാണ്ടായി. നിങ്ങൾ രാവിലെ തിന്നൂലേ? ഓ തിന്ന പത്ര വയ. ഇനി തൊട്ട് നിങ്ങൾ തിന്നല്ലേ? മതിയോ? ഓക്കേ സാർ. മടിയാ. അപ്പൊ നിന്നിലാണ് എന്റെ ഫുൾ കോൺഫിഡൻസ്. നീയാണ് റൈറ്റ് ഹാൻഡ് യൂസർ, റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ. സ്പൈഡർ അച്ഛനെ ഞങ്ങൾ കുറച്ച് വേറൊരു കോസ്റ്റ്യൂമാണ് മനസ്സിലുള്ള ഞങ്ങളുടെ നീലി ഒരു ഫാന്റസി. കുറച്ച് നീലി ഓൾറെഡി ഫാന്റസിയാണ് മച്ചാനെ. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതിൽ കുറച്ചുകൂടെ ഫ്രീ ഒരു ബാംഗ്ലൂർ നീലിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ശരിക്കുള്ള നീലി ബാംഗ്ലൂർ അല്ല, ശരിക്കുള്ള നീലി ഇവിടെ ഉള്ളതാണ് മച്ചാനെ. നീയാണ് ഇത് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് അടിക്കുന്നത്, കാരണം നിനക്കാണ് റൈറ്റ് ഹാൻഡ്. അപ്പൊ നീ കുറച്ച് ഈസിയായിട്ട് അടിക്കും. ഇവിടെ അടിക്കും. ഞങ്ങളിത് ലോക്കാണ്. നിങ്ങൾ ഒളിച്ച് പറയാതെ എല്ലാരും കേൾക്കത്തൊക്കെ പറ. ഇതല്ലേ അതെന്തായാലും എനിക്ക് മനസ്സിലായി. നിങ്ങൾ ചേഞ്ച് ചെയ്തില്ല? ഞങ്ങളിത് ലോക്കാണ്. സമയമില്ല മച്ചാനെ. ഞങ്ങളുടെ നീലി 90% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞങ്ങളുടെ നീലി ലോഡിങ്ങിലാണ്. ഞങ്ങളുടെ നീലി സെക്കൻഡ് പാർട്ടിലേ വരത്തുള്ളൂ. എടാ ഞങ്ങളുടെ നീലിക്ക് പെട്ടെന്ന് തീർക്കാനായിട്ട് ഒരു വൈബാണ് മച്ചാനെ. ഇടത് കൈയിട്ടാണ് കളിക്കുന്നത്. ഇടത് കൈ മച്ചാനെ നീ ഇടത് കൈ കുറച്ച് പ്രൊഫഷണൽ ഒന്ന് കാണിക്കേ. ഞാൻ കാരണം മച്ചാനെ നീ ഇപ്പൊ എന്ത് ഉദ്ദേശിച്ചിട്ട് ഇത്തരത്തിൽ വീശുന്ന അങ്ങോട്ട് അതിനകത്ത് തമ്മാക്കിലോട്ട് അടിച്ച് കള്ളർ തന്നെ താഴെ പോരെ. ഇതിലൂടെ ഞാൻ എന്റെ മനസ്സിലുണ്ട നീല ഇങ്ങനെയല്ല, ഇത് വേറെ ആരോ. ഫാന്റസി ഇത് തൊഴിലുറപ്പിനാണ് നീരെ പോയി ഇരിക്കുന്നത് മച്ചാനെ. ഈ നീലേക്ക് ഞാനില്ല ഇതെങ്കിലും മച്ചാനെ ഇത് ഈ കളറിലാണ് അടിക്കാണ്ട് വൈബായിരിക്കും. മനസ്സിലായോ? അതെ എല്ലാ കളറിട്ട് അടിക്കേ. ബ്ലാക്ക് നീ ഇവിടെ അടി. ഇവിടെ ഇവിടെ അതുപോലെ നോ 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 നോ. ഞാൻ ചന്ദ്ര എല്ലാ കളർ യൂസ് ചെയ്തിട്ടുള്ള ചന്ദ്ര ഏതാണ്? നിങ്ങളൊരു സ്പൈഡർമാൻ സൂപ്പർമാൻ ലെവലുള്ള സൂപ്പർ ഹീറോ ആയിട്ട് ചന്ദ്രൻ ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഞങ്ങളുടെ ചന്ദ്ര എന്ന് പറയുന്നത് ഒറിജിനൽ കല്യാണി പ്രേമോത്സവം. അത് പള്ളിപ്പെരുന്നാളിൽ നമ്മൾ ബൊമ്മ. നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം പറ, ഞങ്ങളുടെ പറയാം. ഞങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. നിങ്ങളത് പറയുമ്പോ
ഞങ്ങൾക്ക് ഇത് വെച്ചാൽ ഞങ്ങൾ ജയിച്ചു. അഫ്കോഴ്സ് സൂപ്പർ ഹീറോ എന്ന് പറയുന്നത് ബ്ലൂവും റെഡ് ഒക്കെ വരുന്നതാണ്. ഇത് കണ്ട ഒരു ചാത്തൻ കളർ. സിമ്പിൾ കാര്യങ്ങൾ ആലോചിച്ചു. അത് മറ്റേ ചന്ദന മഴയിലുള്ള ചന്ദനം അടിച്ച് നിൽക്കുന്നത്. അത് നിങ്ങൾ നോർമലി കണ്ട് മടുത്ത ഒരു ചന്ദ്രനാണ്. അത് തന്നെ. നിങ്ങൾ കണ്ട് ഇതാണ് ചന്ദ്രൻ. ഓക്കെ, ഇനി നോക്ക് പുതിയ പ്രസന്റിംഗ് പാർട്ട് 2 ലോക പാർട്ട് 2. ഞങ്ങൾക്ക് ഞങ്ങളുടെ ചന്ദ്രനെ ഇഷ്ടപ്പെടാൻ കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ അവരെ വെച്ച് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. മച്ചാ നിങ്ങളൊരു മാർവൽ ലെവൽ ആലോചിച്ച് നോക്കണ്ട. മാർവൽ ക്യാപ്റ്റൻ അമേരിക്കയും സൂപ്പർമാനും കഴിഞ്ഞതാ ചന്ദ്ര. അവരെ വയ്ക്കുമ്പല്ലേ ഇത് വെച്ചാൽ മതി. മഞ്ഞ is the symbol of power and the red is the power of the symbol. Blue is the power of ocean. ചന്ദ്രയ്ക്ക് മഞ്ഞ പാന്റ്. മഞ്ഞ പാന്റ്, പച്ച കളർ ട്രൗസർ, നീല കളർ ഷാളെ പോട്ടാണ്. ഞാൻ പറയണ നിങ്ങൾ ഈ ചന്ദ്രനെ നോക്കേണ്ട എങ്ങനെ ഞാൻ പറയാം. ദൂരെ നോക്കുക. ഓ ചന്ദ്ര. ഞാൻ പറയാം, നിങ്ങളിപ്പോ കാണിച്ചു തരാം. നിങ്ങൾ ഈ ചന്ദ്രനെ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ചന്ദ്രൻ മനസ്സിലാവും. ഞങ്ങളുടെ ചന്ദ്രനെ കാണാൻ നിങ്ങൾ എന്തിയാണെന്ന് അറിയാമോ? ഇങ്ങനെ 3D ലെവലിലായിരിക്കും ചന്ദ്ര വരാൻ പോകുന്നത്. കളർ കോമ്പിനേഷൻ വേറെ ലെവൽ കേട്ടാ. ഇതാണ് വൈബ് സാധനം. കത്തി കണ്ട ട്രാൻസ്പാരന്റ് ആണ്. കത്തി കണ്ട, അത് യൂസ് ചെയ്യാത്ത കത്തിയാണ്. നിങ്ങളെ കണ്ട തുരുമ്പടിച്ച കത്തി. അയ്യോ അതൊക്കെ ചന്ദ്ര പറന്നു പോയി. ഇതാണ് റിയൽ ചന്ദ്ര. ഞങ്ങളുടെ ചന്ദ്രനെ കാണാൻ വേറൊരു പ്രത്യേകത. ഇങ്ങനെ വെച്ച് കണ്ടോ നോക്ക്, പെർഫെക്റ്റ് ചന്ദ്ര അല്ലേ ഇത്. എവിടെ ചന്ദ്ര? നിങ്ങളുടെ ചന്ദ്ര പെർഫെക്റ്റ് ചന്ദ്രയാവുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ഇങ്ങോട്ട് ഇവരുടെ ചന്ദ്ര പെർഫെക്റ്റ് ചന്ദ്രയാകുന്നത് കഴിഞ്ഞ നിങ്ങൾ ജയിച്ച എന്തുകൊണ്ടാന്ന് അറിയാം. നിങ്ങൾക്ക് അത് മനസ്സിലാക്കണം. നിങ്ങൾ തോറ്റന്റെ മെയിൻ റീസൺ കൈ കെട്ടിയോണ്ടാണ്. ഞങ്ങൾ ഇങ്ങനെ കൈ കെട്ടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ കൈ കെട്ടി ശീലമുണ്ട്, ഞങ്ങൾ കൈ കെട്ടി ശീലമില്ല. നിങ്ങൾ നടക്കുമ്പോ കൈ പിടിച്ച് നടക്കാറില്ല. ഞാൻ ഇവരെ കൈ പിടിച്ചിരുന്ന പെണ്ണാട്ടി നമ്മൾ ഇപ്രാവശ്യം കൈ കൈ കെട്ടാ നമ്മൾ കളിച്ചു. അവിടെ വരച്ച് കാഴ്ച പിള്ളേർക്ക് എങ്ങനെയാണ് വരയ്ക്കേണ്ടത്. 1 2 3 സ്റ്റാർട്ട്. ഇത് നമുക്ക് പ്ലാൻ ചെയ്യണം. ഇത് നമ്മൾ നല്ലതുപോലെ ചെയ്യണം. അബിൻ ഇവിടെ നോക്കുന്നുണ്ടെന്ന് ഞങ്ങളുടെ സ്പൈ ഞങ്ങളോട് വെളിപ്പെടുത്തി. ഞാൻ ഇതുവരെ അവിടെ നോക്കിയില്ല. ഇപ്പം കള്ളം പറഞ്ഞവരെ മണ്ടിയിൽ കൊട്ടുകൊള്ളും. ബാവ പറഞ്ഞെന്ന്. സ്കെച്ച് പെൻ വെച്ച് കളർ അടിച്ചിട്ട് വർഷങ്ങളായി. ഞാൻ അവസാനം സ്കെച്ച് പെൻ യൂസ് ചെയ്ത് എപ്പോഴാണ് അറിയാമോ? പഠിക്കാൻ പോയ കാലത്ത്. ഞങ്ങളൊക്കെ കളിക്കാൻ പോയ കാലത്ത് പിന്നെ എന്ത് ചെയ്യണം? പഠിക്കല്ല ചെയ്യണം. ഇപ്പൊ സ്കെച്ച് പെൻ ഉപയോഗിക്കുന്ന ആവശ്യമില്ലല്ലോ. ആനിക്കാണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഗുണമുള്ള ഒരു മത്സരം അവിടെ എനിക്ക് തോന്നുന്നത്. ഡെയിലി ഒരു പ്രാക്ടീസ്. ആനിക്ക് നോർമലി കളർ ചെയ്യുന്നതിന് ഒരു പ്രാക്ടീസ്. ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കളർ ചെയ്യണം. അത്രേ ഉള്ളൂ ഡിഫറൻസ്. ഇതിനെ പറ്റി 5 പൈസയുടെ വിവരവും ബോധവും പൊക്കണോ ഇല്ലാത്ത 2 പേരാണ് വലതുവശത്തിരിക്കുന്നത്. ക്യാമറയുടെ ഏകദേശം അവരാണ് കേട്ടോ. നോർമൽ സ്കെച്ച് അടിക്കാൻ വേണ്ടിട്ട് അല്ല, സ്കെച്ച് അടിക്കാൻ ശരിക്കും പറഞ്ഞാൽ പാടാണ്. കാരണം സ്കെച്ച് കൊണ്ട് ആരും ടീച്ചർ ഒന്നും കളർ ചെയ്യത്തില്ല. ഞങ്ങൾ കളർ ചെയ്തിട്ടുണ്ടല്ലോ. നമ്മളൊക്കെ പ്രൊഫഷണൽ. ഏറ്റവും പാടുള്ള ഒരു പണികളെ ഏറ്റെടുക്കുള്ളൂ. ഇപ്പൊ ഈ സ്കെച്ചിന്റെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. അത് എന്താണെന്ന് തീരും. നിങ്ങൾ അതിനും തോറ്റെന്ന് മൂർഖനെയാണല്ലോ ചവിട്ടിയത്. സത്യങ്ങൾ വിളിച്ച് പറയാം. അശ്വിനെ വണ്ണടി കുറച്ച് കൂടുന്നുണ്ട്. അശ്വിനെ നാളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കെട്ടിയിട്ട് 2 അടി അടിക്കേണ്ട സമയം. അപ്പൊ എന്റെ കൈ മാങ്ങ പറിക്കാൻ പോകുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഞങ്ങളിപ്പോ ഫിനിഷ് ആവും. ഫിനിഷ് ആയാൽ നിങ്ങളുടെ നിർത്തണം അവിടെ. അതാണ് എന്റെ ഒരു പോളിസി. അതിന് ചെറിയ ഫോട്ടോ എന്തെങ്കിലും തന്നാൽ മതിയായിരുന്നു. ഇത് നാളെ രാവിലെ പെയിന്റ് അടിക്കാൻ വീട്ടിൽ പെയിന്റ് അടിക്കാൻ പോലും ഉണ്ട് മച്ചാനെ. പ്ലെയിൻ അടിക്കാനേ മൊത്തം അപ്പൊ ഞങ്ങൾ വിചാരിച്ച് ക്രയോൺസ് ആയിരിക്കും കുറച്ച് ഇതായിരിക്കുമെന്ന്. പക്ഷെ ഇതാവുന്നത് നമ്മുടെ സ്കെച്ച് പെന്നാണ്. പേപ്പറോട് ഇതാവുന്നു, ഇളകി പോകുന്നു. അവർക്ക് തീരാതായ തന്നെ ഞങ്ങൾ തീർന്നു. അപ്പൊ അവര് നിൽക്കുന്നത് നിങ്ങൾ പറ കണ്ട സമയം നീന്നിട്ട് കണ്ട വരച്ചോണ്ടിരിക്കുന്നു. ഇത് പരിഹരിക്കുന്നില്ല. ആദ്യം ഫിനിഷ് ചെയ്യുന്നവർ നിക്കണമെന്നാണ് ഇവിടുത്തെ റൂള്. ഇവർ കഴിഞ്ഞ പക്ഷെ ഇപ്പൊ റെഡി 1 2 3 സ്റ്റാർട്ട്. കണിച്ചൂറി മിസ്റ്റർ വൈദേഷ് കുമാർ മിസ്റ്റർ ബീസ്. മിസ്റ്റർ ബീസ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു $1000 വെച്ച് അയച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മിസ്റ്റർ ബീസ് നോട്ട്
മനസ്സിലായില്ല. മിസ്റ്റർ ബീസ്റ്റ് ഫ്രം ഉത്തർപ്രദേശ്. ബീഹാർ. ഞങ്ങൾ ഇങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പറയാം, ഇതിനെ പെർഫെക്റ്റ് ആക്കാൻ എനിക്കൊരു ബ്രില്യൻ പ്ലാൻ ഉണ്ട്. ഇത് വെച്ചിട്ട് കാലിലൊരു കടുക്കനും ചുണ്ടിൽ കുറച്ച് ചുണ്ടത് വെച്ചു കൊടുത്താൽ മിസ്റ്റർ ബീസ്റ്റ് ഫ്രം ഉത്തർപ്രദേശ് ആയി. നിങ്ങൾ ചെയ്ത് നോക്കട്ടെ. വൈബേഷ് ഈ കളി നമ്മൾ ജയിച്ചേ. നേരത്തെ കൈ കെട്ടിയിട്ട് ഞങ്ങൾക്കൊരു ഇതിപ്പോ പറ്റുന്നില്ല. ഞങ്ങളുടെ കൈ മാറ്റി നമ്മുടെ ഉള്ളിലുള്ള ക്രിയേറ്റീവ് സൈഡാണ് കുറച്ച് എണീച്ചത്. അത് വെച്ച് ഞങ്ങൾ മിസ്റ്റർ ബീസ്റ്റ് തന്നെയാണ് യൂട്യൂബിൽ തന്നെ തരംഗമായിട്ടുള്ള മിസ്റ്റർ ബീസ്റ്റിയാണ് ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോർട്രേറ്റ് ചെയ്തത്. വീഡിയോ കഴിഞ്ഞ് ഇത് ഡിസ്കഷൻ കഴിഞ്ഞാൽ എന്നിട്ട് അവരത് ശരിയാക്കണം. ഉത്തർപ്രദേശ് എന്നുള്ളത് നേരെ ബീഹാർ ബ്ലാക്ക് ടീഷർട്ട്, ബ്ലാക്ക് കൂടി. ഇപ്പൊ പഞ്ചാബ് എത്തിയിട്ടുണ്ട്. ഇപ്പൊ മാക്സിലെ സെയിൽസ് റെപ്രസെന്റേറ്റീവ് അസ്ലൊക്കെ പോയിട്ട് സൂപ്പറാ സൂപ്പറാ. അങ്ങനെ ഫസ്റ്റത്തെ ചാനൽ അവർ ജയിച്ചു, രണ്ടാമത്തെ ചാലഞ്ചിൽ അവർ ജയിച്ചു. ഇപ്പൊ സ്കെച്ച് പെയിൻ അവിടെ കുണ്ടണി അവിടെ വമ്പ് ഡിസ്കഷൻ തോറ്റേന് സമ്മതിച്ചാൽ മനസ്സിലാക്കും. അങ്ങനല്ല, അശ്ലേഷ് എന്നോട് പറഞ്ഞ് ബ്ലൂ ആണെന്ന്. പക്ഷെ എന്റെ മൈൻഡിൽ അയാൾ ബ്ലാക്ക് ടീഷർട്ടാണ്. ഞാൻ പിന്നെ കരിനീല ടീഷർട്ട് മിസ്റ്റർ ബീസ്റ്റ് ഉത്തർപ്രദേശിൽ അത് ബ്ലാക്ക് ഫുൾ അടിച്ച് ഇത് കീറിപ്പോകും. ഫസ്റ്റ് റൗണ്ട് അവർ ജയിച്ചു, ക്രയോൺസ് റൗണ്ട്. സെക്കൻഡ് റൗണ്ട് സ്കെച്ച് പെയിൻ ജയിച്ചു. എന്ത് ഒഡീസ് പറയാം. അവർക്ക് കാണിക്കാൻ പോലും മടി. ഞങ്ങളുടെ ലോക്കയിലുള്ള നീലിനെ ഇങ്ങനെ ഉയർത്തി പിടിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. ഇല്ല പക്ഷേ നമ്മളെ വിട്ടു കൊടുത്തിട്ടില്ല. നമ്മുടെ ആർട്ടിൽ നമ്മൾ പ്രൗഡ് ആവണം. ഞങ്ങളുടെ നീലിനെ ഞങ്ങൾ ഒരിക്കലും വിട്ടെടുത്തില്ല. ഞങ്ങൾ അടുത്തേര് പിടിക്കും. ഇത് വെച്ച് ഒരു ആർട്ടിസ്റ്റ് പെയിന്റ് ചെയ്യത്തില്ല, അതറിയോ? ഇത് വെച്ച് എഴുതാണ്. ആർട്ടിസ്റ്റ് പെയിന്റ് ചെയ്തത് ടഫാണ്. ഞങ്ങൾ പെയിന്റ് ചെയ്തു. എന്ത് ഇൻസ്ട്രുമെന്റ് വെച്ചും കല ഉണ്ടാക്കാൻ പറ്റുന്നവനാണ് ആർട്ടിസ്റ്റ്. ഇല്ല മച്ചാനെ, അടി മച്ചാനെ, അതാണ് ഇതാണ് ഈ ചലഞ്ചിൽ നമുക്ക് ലാസ്റ്റത്തെ റോളില് കൈ ഇങ്ങനെയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് വേണം പെയിന്റ് ചെയ്യാൻ വേണ്ടിട്ട്. പക്ഷേ ഇതിൽ ഫൺ ഓഫ് ദ പോയിന്റ് വാട്ടർ കളറാണ് ഗൈസ്. നമ്മുടെ പെയിന്റിംഗ് സ്റ്റാർ ആരാണ്? ടാൻജിറോ. ടാൻജിറോ എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഡീമൺ സ്ലേയറിന്റെ അവസാനം ഇറങ്ങിയ മൂവി ഇൻഫിനിറ്റി കാസ്റ്റൽ ആർക്ക് കണ്ടില്ലെങ്കിൽ യു ഗൈസ് ആർ മിസ്സിംഗ് ഔട്ട് ഓൺ സംതിങ്. ഇതിൽ ജയിക്കാണ്ട് കഴിഞ്ഞ സ്ട്രാറ്റജി 3, 2, 1. ഞങ്ങൾക്ക് നിങ്ങളെ സ്ട്രാറ്റജി ആദ്യമൊന്നും കളിക്കാൻ പോണില്ല. ശരി ഓക്കെ. നിങ്ങൾ തുടങ്ങിയോ? ഇല്ല റെഡി. 1, 2, 3 സ്റ്റാർട്ട്. സ്റ്റാർട്ട്. 2 ബ്രഷ് ഉപയോഗിക്കാമോ ഒരു കയ്യില്? പേച്ചവ മൂച്ചവ പേർ സൊല്ലും മഴകവ. പിന്നെ 4 കൈ എന്താ അങ്ങനത്തെ നേരത്തെ ജയിച്ചു. അവര് ഫൗൾ കാണിച്ചാ ഞങ്ങള് പിടിച്ചിട്ടില്ലേ? അവര് ഫൗള് കാണിക്കുമ്പോ എല്ലാം പറയണേ. ഓക്കെ പറഞ്ഞുതരാം. എനിക്ക് ദേഷ്യം വന്നു കേട്ടോ. എനിക്ക് മിസ്റ്റർ ബീസ്റ്റ് കണ്ണാപ്പി ആക്കിയതിനു ശേഷം എനിക്ക് ദേഷ്യം വന്നു. അതെന്തായിരുന്നു ഞാൻ ഇടത്ത് യൂസ് ചെയ്യുന്നോണ്ട് ചുറ്റാണ് കറക്റ്റ് ആയിട്ട് പടം വരച്ചോണ്ടിരിക്കുന്നത്. കറക്റ്റ് ആയിട്ട് മച്ചാൻ വരയ്ക്കുന്ന എല്ലാം കറക്റ്റ് തന്നെ. മച്ചാനെ ഇതിൽ നമ്മൾ ജയിച്ചില്ലെങ്കിൽ നമ്മളൊരു ആനിമേ ഫാൻ, നമ്മളല്ല ഞാനൊരു ആനിമേ ഫാൻ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട് മച്ചാനെ. ഒന്നാമത് 2 പ്രശ്നം ഇവിടെ അത് അവ എടുത്തേ. കഴിഞ്ഞ കാലത്ത് ഞങ്ങൾ ജയിച്ചത് അതൊരു നിമിത്തമായിരുന്നു. നിമിത്തം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ഷോർട്ട് ഫിലിമാണ്. കാണാത്തവരാരും ആ സ്ട്രാറ്റജിയാണ് ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. ഞങ്ങൾ വലിയ ആർട്ടിസ്റ്റ് ഒന്നും ഞങ്ങൾ പറയാറില്ല. കാരണം അവിടെ ആനിക്ക് ഇതിലൊക്കെ കുറച്ച് പ്രൊഫഷണൽ സ്കിൽസ് ഒക്കെ ഉള്ളതാണ്. നീ ഇതിനെ പഠിക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ പ്രൊഫഷണൽ സ്കിൽസ് ഒന്നും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് വേറൊരു സാധനമുണ്ട്, വിശ്വാസം, കോൺഫിഡൻസ്. അതാണ് ഞങ്ങൾ. ടാൻജിറോ. ഞാൻ ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ ഗൈസ് ഈ സീരീസ് കാണാൻ. കൊള്ളാം. ടാൻജിറോ, ഇതാണ് ടാൻജിറോ ഗൈസ്. ഇത് എത്രയും വേഗം തീർക്കണം. കാരണം ഞങ്ങൾക്ക് ഇതിലൊരു ചാൻസ് എടുക്കാൻ പറ്റത്തില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പോലും പറ്റിയില്ല. കണ്ട ചീറ്റിങ് അവർക്ക് മാത്രം തന്നെ. ഞങ്ങൾ ചീറ്റം ചെയ്തില്ല. നമ്മൾ ASMR ഇതാണ് കാണുന്നത്.
കോൺസെൻട്രേഷൻ അടുത്ത ഒരു മിനിറ്റ് ഞങ്ങൾ തീരും. ഞങ്ങളിപ്പോ ഫിനിഷ് ചെയ്യും. ഞങ്ങൾക്ക് തീർന്നായി ഫിനിഷ് ഗ്യാപ്പ് എല്ലാം ഫില്ല് ഇല്ല എന്നാലേ ഫിനിഷ് ആവുള്ളൂ. ഞങ്ങൾ അവിടെ വൈറ്റാണ് ഉദ്ദേശിക്കുന്നത്. ഇല്ല അതൊന്നും പറ്റത്തില്ല. ആ കുഴപ്പമില്ല താഞ്ചോ കറണ്ട് അടിച്ച പോലെ എന്താണ് ഗൈസ് നിങ്ങളെ പറയണ്ടേ? ഞങ്ങൾ സമയം എന്നുള്ള സംഭവം ഇതിനകത്ത് ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എത്ര തവണ സമയമാണെങ്കിൽ എടുത്തിരുന്നു. ഞങ്ങൾക്ക് സമയം എടുത്ത് ഇനി ഫിനിഷ് ചെയ്തോണ്ടിരിക്കുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്താണ് കോഴ്സ് മനസ്സിലാവുന്നത്. കാരണം ശരി കഴിഞ്ഞു ഡീമൺ കടിച്ചപ്പോൾ താഞ്ചിരോണ് ഞങ്ങളെ മനസ്സിലാവുന്നത്. ഡീമൺ കടിച്ചപ്പോൾ ഞങ്ങൾ കഴിഞ്ഞിട്ട് 3 മിനിറ്റ് ആയിട്ട് വരച്ചോണ്ടിരിക്കുന്നു. ഇത് ഞങ്ങൾ സമ്മതിക്കത്തില്ല. സമയത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വിജയിച്ചാണ് സ്വന്തമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾ ജയിച്ചു. സമയത്തിന് ഞങ്ങൾ ജയിച്ചു. സമയം എന്നുള്ള ഒരാളുടെ ഇമ്പോർട്ടന്റ് ഘടകമാണ്. മനസ്സിലായോ? ഇത്ര നിങ്ങളല്ലേ ഇവർ ഇപ്പോഴും പെയിന്റ് ചെയ്ത് എനിക്ക് മനസ്സിലാവില്ല. അവർ തരണ്ടാലും നിർത്തോണ്ടാലും അവളോട് നമ്പർ എടുക്കില്ലേ. ഞങ്ങൾ ജയിച്ചു. സമയത്തിന് ഞങ്ങൾ ജയിച്ചു. പിന്നെ അപ്പോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സമയത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളാണ് ജയിച്ചത്. നമുക്കിടയിൽ എന്തിനാണ് ഇങ്ങനെ ഒരു വേർതിരിവ്? ഇത് നമ്മുടെ താഞ്ചിറോ അവന്റെ സ്കില്ല് വേണ്ടി ഇതിൽ തോറ്റ ജിത്തുച്ചാൻ കറക്റ്റ് ആനിമേ ഫാൻ അല്ല ഇവിടെ നിങ്ങളുടെ മുടി ഇങ്ങനെ തെറ്റാക്കി. ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത്. പക്ഷേ വന്നില്ല. ഞാൻ ഒരു കാര്യം പറയട്ടാ, നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്ന പോലെ തന്നെ ദൂരത്ത് കാണുമ്പോ ഇത് കൊള്ളാം, പക്ഷെ അടുത്ത് നോക്കുമ്പോ ഇതാണ് പെർഫെക്റ്റ്. ദൂരം നോക്കുമ്പോ സൂപ്പർ, ദൂരം നോക്കുമ്പോ കുഴപ്പമില്ല, ഇത് അടുത്ത് നോക്കുമ്പോ പെർഫെക്റ്റ്. നിങ്ങൾക്ക് സത്യം പറയാം വീട് ഞാൻ മനസ്സിലാകത്തില്ല. എന്നെ വിശ്വസിച്ച് നിങ്ങൾ ഇതാണ് ജയിച്ചത്. സമയത്തിന് അടിസ്ഥാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂളിൽ നേരത്തെ. ഞങ്ങൾ തീർന്നിട്ട് രണ്ടുപേരും പ്രസിറ്റ് അടിച്ചു. ഞങ്ങൾ അടിച്ചതിൽ വലിയ വ്യത്യാസം ഇതിൽ വരാനില്ല. അതിന് ആദ്യം മുതലേ ഇത് നല്ലായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ് 2 മിനിറ്റ് ആയിട്ട് ഇവർ അടിച്ചോണ്ടിരിക്കുന്നു. ഇവര് ഗ്യാപ്പ് അവന് കൺജക്റ്റിവൈറ്റിസ്, കണ്ണിലെ ചെങ്കറ്റിവൈറ്റിസ്. ഇത് ഞങ്ങൾ ഉദ്ദേശിച്ച മുടി ഞങ്ങൾ മനസ്സിലാക്കി. മനസ്സിലായില്ല? ഇതെന്ന് പറയുമ്പോ ഇത് നിങ്ങൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു തഞ്ചുറാണ്. റെഡ് കളർ. ഇതാണ് അഡ്വാൻസ്ഡ്. നിങ്ങളെ 3 റൗണ്ട് ഒരു സമയത്തിന്റെ ഇന്ത്യ എന്ന രാജ്യത്തിന് ബോയ്സിന് വിലയില്ല. ഇവിടെയെങ്കിലും കമന്റ് തങ്ങൾ ജയിച്ചല്ലോ. നിങ്ങൾക്ക് കഴിവുള്ള നല്ല ഇതായിട്ട് ചെയ്യുന്ന ആരെ അശ്വനെയാണ് ഇഷ്ടപ്പെട്ടത്. ഞങ്ങൾ കഴിവില്ലാത്ത ഞങ്ങൾ ട്രൈ ചെയ്തവരാണ്. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വേറെ കാര്യം പറയാം. നിങ്ങൾ കഴിവില്ലാത്തവര് നിങ്ങൾ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ ഞങ്ങളുടെ അവസ്ഥ അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. കഴിവുള്ളവരെ നമ്മൾ സൂപ്പർ എന്ന് പറഞ്ഞാൽ പ്രൊമോട്ട് ചെയ്തോ നല്ലത്. കഴിവില്ലാത്തവരെ സൂപ്പർ എന്ന് പറഞ്ഞാൽ അവരെ പ്രൊമോട്ട് ചെയ്ത് അവർ കഴിവിലോട്ട് വളർന്നു വരുന്നതാണ്. ഇതാണ് ബ്രില്യന്റ് വിജയ്. പിങ്ക് ഉള്ളതൊക്കെ അത് നിങ്ങളെല്ലാം ഒന്നാണ് ചെയ്ത്. ഇത് 3-ല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് 3 ഓരോന്നോരോന്ന് വെച്ച് കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ഈ 3-ല് 2 മാർക്ക് ഞങ്ങൾക്ക് കിട്ടിയാൽ ഞങ്ങൾ ജയിച്ചു. ടൈപ്പ് ഈസി ആയിട്ടുള്ള അഭിനേഷൻ GC പരിപാടി. അഭിനേഷൻ നിങ്ങൾ ഞങ്ങൾക്ക് പകരം ചട്ടമ്പീസ് ഇട്ടാൽ മതി. കാരണം എല്ലാ ഇതിലും ഒരു കമന്റ് ഉണ്ട്. ചട്ടമ്പീസിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ലൈക്ക്, അതുപോലെ ഇതൊരു കമന്റ് ഇട്ടാൽ മതി. ഞങ്ങളെല്ലാം വഴി തന്നു ആൾക്കാരെ ചട്ടമ്പീസ് ഇഷ്ടപ്പെടാൻ വേണ്ടി.
കളിച്ചോണ്ട് ഇത് ആരുടെ കളി? ഞങ്ങൾ ഇഷ്ടപ്പെട്ട ബോയ്സിനെ കമന്റ് ഇവരെ ഇഷ്ടപ്പെട്ട ഹാർഡ് ഏഞ്ചൽസ്. ലക്കി അബിൻ അബിൻ ലക്കി ശരി ശരി നിങ്ങൾ അവർക്ക് എന്നെ കുറിച്ച് കുഴപ്പമില്ല. ഞങ്ങൾക്ക് അവര് ജയിച്ചോട്ടെ. അവര് ജയിച്ചാ അത് നിങ്ങൾ പറയണമെന്നില്ല. അവര് ജയിച്ചാലും ഞങ്ങൾ ജയിച്ച പോലെ തന്നെ കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾ ജയിച്ചാൽ അവര് ജയിച്ച പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ പറയണേ.